മഴ പെയ്ത് തണുത്തുറഞ്ഞ ഒരു പകലിൻ്റെ കാഴ്ചകളിലേക്ക് സെയിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം തരാറുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് നമുക്ക് വെള്ളപ്പൊക്കവും മറ്റും വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരുന്നാൽ മതി. നല്ല തണുപ്പത്ത് നല്ലൊരു കട്ടൻ ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. മുമ്പൊക്കെ എല്ലാവരും വീടിൻ്റെ പുറത്തെ ഭാഗത്തായിരുന്നു കൂടുതൽ ചെടികൾ വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ മാറി വീടിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മണി പ്ലാന്റ്, അതുപോലെ കാക്ടസ് ഐറ്റംസ്, അഗ്ലോണിമാസ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാക്ടസ് ചെടികൾ നല്ല ഭംഗിയാണ് നമ്മുടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതേപോലെ തന്നെയാണ് വീടിൻ്റെ അകത്ത് അഗ്ലോണിമ ചെടികളും നട്ട് വളർത്തുന്നുണ്ട്. നല്ല സെറാമിക് പോട്ടുകളിലാക്കി വില കുറഞ്ഞ പ്ലാന്റുകൾ തിക്കായി നമുക്ക് നട്ടുകൊടുത്ത് ഭംഗിയോടെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കിയെടുക്കാം. വീടിൻ്റെ അകത്ത് വെക്കുന്ന ചെടികളിൽ നിർബന്ധമായിട്ട് നമ്മൾ ക്ലേ ബോളുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മണ്ണിൽ പ്രാണികളും കാര്യങ്ങളൊക്കെ വരുന്നത് ക്ലേ ബോൾ കൊണ്ട് നമുക്കൊരു പരിധി വരെയൊക്കെ തടയാം. അഗ്ലോണിമ സ്നോ വൈറ്റ് കൂടുതൽ റേറ്റ് ഇല്ലാത്ത പ്ലാന്റാണ് ഇത്രയും ഭംഗിയായി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെടികൾ എപ്പോഴും വിലയിലല്ല കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഭംഗിയിലാണ് കാര്യം. അത് നല്ല ഭംഗിയുള്ള സെറാമിക് പോട്ടിലൂടെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയോടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ഭംഗിയുള്ള പ്ലാന്റാണിത്. ഇലകളുടെ ഭംഗി തന്നെയാണ് ഈ ചെടിയെ വളരെ മനോഹരമാക്കുന്നത്. ഭംഗിയുള്ള ഈ പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പിങ്ക് വാലന്റൈൻ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഗ്ലോണിമ ചെടികൾ നടുമ്പോൾ എപ്പോഴും പോട്ട് മിക്സ് നന്നായി ശ്രദ്ധിച്ചിരിക്കണം. പോട്ട് മിക്സിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പെർലൈറ്റ്, എല്ലുപൊടി, വെർമിക്കുലേറ്റ്, ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ റേസ് ഹസ്ക് കിട്ടുന്നവർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. മണ്ണിന് പകരം മണൽ കിട്ടുന്നവർ മണൽ ചേർത്ത് കൊടുക്കുക. ചിലർ എൻസാൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണമേന്മ എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചകിരിച്ചോറ് കഴുകി ഉണക്കി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കഴുകിയില്ലെങ്കിൽ അതിൻ്റെ പുളിപ്പ് പോകാത്തത് കൊണ്ട് തന്നെ അഗ്ലോണിമയുടെ തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. റെഡ് എമറാൾഡ് പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വീണ്ടും വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി അതുപോലെ തന്നെ മൊഞ്ചിൽ മികച്ചു നിൽക്കുന്ന പ്ലാന്റ് ആണ് സെൻ സ്റ്റാർ അഥവാ മഹാശെട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ ലീഫുകൾ കൂടുതൽ ചുവന്ന കളറായിട്ട് തന്നെ മാറും. ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ ഭംഗിയോടെ വളരുന്ന ഒരു പ്ലാന്റാണ് സെൻ സ്റ്റാർ അഥവാ മഹാശെട്ടി. അതിൻ്റെ തന്നെ മെച്ചോർഡായ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫുകളൊക്കെ ഫുൾ പിങ്ക് കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പിങ്കായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് മെച്ചോർഡ് ആവുന്ന സമയത്ത് ഈ പ്ലാന്റിൻ്റെ ഭംഗി. ഈ മഹാശെട്ടി പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ ഓൺലൈൻ സെയിലിലുള്ളത് പിങ്ക് ഡയമണ്ട് പ്ലാന്റ് ആണ്. ഈ പിങ്ക് ഡയമണ്ട് പ്ലാന്റും നല്ല ഭംഗിയോടെ ഹെൽത്തി ആയി വളരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകൾക്ക് കുറച്ച് തണ്ട് നീളം വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. തിക്കായി വളരുന്ന മിനിയേച്ചറായിട്ടുള്ള മറ്റൊരു പിങ്ക് ഡയമണ്ടും ഉണ്ട്. ഇത് നമുക്ക് ലീഫുകൾ കുറച്ച് അകലം കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത മറ്റൊരു പ്ലാന്റാണിത്.
ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഇനി ഗ്രീൻ വെറൈറ്റീസുകളിൽ ഭംഗിയോടെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പും അതുപോലെ ഈ കളർഫുള്ളായി അതിൻ്റെ പാറ്റേണുമാണ് ഈ ചെടിയെ ഭംഗിയാക്കുന്നത്. നല്ല തിക്കായ ലീഫുകളും നല്ല കട്ടിയുള്ള മെച്ചോർഡായ പ്ലാന്റുമാണ് നമ്മൾ സെയിലിനിട്ടിട്ടുള്ളത്. ഈ പ്ലാന്റും നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ഇത് വൈറ്റ് ക്യാൻഡിയാണ് കേട്ടോ. ബുഷിയായ ഒരു പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറുതും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അഗ്ലോണിമ ചെടികൾ ഏത് സമയത്തായാലും വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പവും ബുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ തൈകളും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇനി അടുത്തതായിട്ടുള്ള പ്ലാന്റ് ബോക്സർ പ്ലാന്റ് ആണ്. ബോക്സർ പ്ലാന്റ് പ്രത്യേകിച്ചൊരു വെറൈറ്റി പ്ലാന്റ് ഒന്നുമല്ല, എങ്കിലും ഭംഗിയുടെ കാര്യത്തിൽ ബോക്സർ പ്ലാന്റ് നല്ല മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ തളിരിലകളിൽ ഇതുപോലെ പിങ്ക് കൂടുതൽ കൂടുതൽ സ്പ്രെഡായി വരും. നല്ലൊരു ഹെൽത്തിയായ ചെടിയാണിത്. നല്ല ഭംഗിയുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾ അഗ്ലോണിമ ചെടി എന്നും നനച്ചു കൊടുക്കണോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാൽ അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സിൽ നമ്മൾ കൈ ഇതുപോലെ ഇട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ചെളി പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ചെളി പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അന്ന് അഗ്ലോണിമ ചെടി നനച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് വേണ്ടത്. അതുപോലെ നമുക്ക് നല്ലവണ്ണം സോയിൽ ഉണങ്ങിയതിന് ശേഷം നനച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലീഫിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണിത്. ആദ്യം ഇതിന് ലീഫുകളൊക്കെ വീതി കുറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ചേഞ്ച് ആക്കിയതിന് ശേഷം നല്ല വലിയ ലീഫുകളായിട്ട് വന്നിട്ടുണ്ട്. യെല്ലോയും പിങ്കും ഗ്രീനും കൂടി നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് പുതിയ ലീഫുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക. ഇനിയുള്ളത് റെഡ് പീക്കോക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റ് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് ലീഫുകളായിട്ട് വരും. നമുക്കിതുപോലെ ഇത് വലിയ റേറ്റ് ഉള്ള പ്ലാന്റ് അല്ല. ഈ പ്ലാന്റൊക്കെ ഇതുപോലെ നല്ല തിക്കായിട്ട് നട്ട് നമുക്ക് വരാന്തയിലൊക്കെ ഇതുപോലെ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. മാത്രവുമല്ല ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തൈകൾ വന്ന് ചട്ടി നിറയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇനിയുള്ളത് നാരോ ലീഫ് അഗ്ലോണിമയാണ് കേട്ടോ. ഈ നാരോ ലീഫ് അഗ്ലോണിമ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലപ്പോൾ കൊടുക്കാനുണ്ടായില്ല. ഈ പ്ലാന്റ് ഇപ്പോൾ ഒരു 4 പ്ലാന്റാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയുള്ളത് ബിഗ് റോയ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗ്രീൻ അഗ്ലോണിമകളിലെ ഒരു വെറൈറ്റി ആയ അഗ്ലോണിമ പ്ലാന്റ് ആണിത്. യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയുള്ളത് ഗ്രീൻ പീക്കോക്കാണ്. ഗ്രീൻ പീക്കോക്ക് മുമ്പൊക്കെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. എന്നാൽ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ സെയിലിന് വന്നിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സെയിലിൽ ഈ പ്ലാന്റ് അവൈലബിൾ ആണ്.
ഇത് ഗ്രീൻ ബൗൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫുകൾക്ക് ബൗളിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഇതിന് ഗ്രീൻ ബൗൾ എന്നാണ് പേര് വിളിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. നല്ല കട്ടിയുള്ള ലീഫുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതും നമ്മുടെ സെയിലിന് അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതും അത്യാവശ്യം കുറഞ്ഞ റേറ്റുള്ള പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇതുപോലെ വൈറ്റ് പോട്ടിൽ നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഭംഗിയായി ബുഷിയായി വളരുന്ന പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മുടെ വരാന്തയിലൊക്കെ നല്ല ഭംഗിയോടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് റിഫ്ലക്ടർ. ഈ ഒരു പ്ലാന്റ് മതി, ഈ ചട്ടി നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായി മാറും ഈ പ്ലാന്റ്. മെച്ചുവേർഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. ഗ്രീൻ ലീഫുകളിൽ വരുന്ന വൈറ്റ് ഡോട്ടുകളുടെ ഭംഗി തന്നെയാണ് ഈ ചെടിയെ പ്രത്യേകതയാക്കുന്നത്. അതേപോലെ തന്നെയാണ് 10 ക്യാരറ്റ്. 10 ക്യാരറ്റ് ഒരു പോട്ടിൽ നട്ട് നമ്മുടെ വരാന്തയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയിലേക്ക് മാത്രമായിരിക്കും പിന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധ. അത്രയും ഭംഗിയാണ് 10 ക്യാരറ്റ് പ്ലാന്റ്. ഇതുപോലെ മെച്ചുവേർഡായ പ്ലാന്റാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ളത്. അത്യാവശ്യം നല്ല ബുഷിയായി പോട്ട് നിറയെ നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എന്തായാലും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.